രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ പാലമരച്ചോട്ടിൽ നിന്ന് വെറ്റിളയും ചുണ്ണാമ്പും ചോദിച്ച് അലഞ്ഞു കിടക്കുന്ന രക്തദാഹികളായ യക്ഷികളെ കുറിച്ച് SM ഫ്രണ്ട്സ് കേട്ടിട്ടില്ലേ? അത്തരം മുത്തശ്ശി കഥകൾ കേട്ട് വളർന്നവരാകുമല്ലേ നമ്മളിൽ പലരും. പ്രേതങ്ങളുണ്ടെന്നും ഇല്ലെന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും പ്രേതമെന്ന് കേട്ടാൽ പേടിച്ചോടുന്ന ചില കൂട്ടുകാർ ഇപ്പോഴും ഇല്ലേ അല്ലേ? എന്നാൽ അത്തരം പ്രേതപ്പേടിയുള്ളവർ ഈ വീഡിയോ കണ്ടുപോയേക്കരുത്. കാരണം വിചിത്രമായിട്ടുള്ള 10 പ്രേതക്കാഴ്ചകളാണ് ഇന്ന് 6th സെൻസ് മലയാളം നിങ്ങളുടെ സ്വന്തം സമയമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 10ലേക്ക് പോകാമെന്നേ. ഗോസ്റ്റ് ജയിൽ കേട്ടോ. ജങ്ക്ഡ് ആപ്പ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലെ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒരു പഴയ കൗണ്ടി ജയിൽ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു കേട്ടോ. ഗോസ്റ്റ് ഹണ്ടേഴ്സ് ടെലിവിഷൻ പരമ്പരയുടെ ഒരു പാരഡി ഉണ്ടാക്കാൻ അവരൊരു വീഡിയോ ക്യാമറയും കൂടെ കൊണ്ടുപോയി. എന്നാൽ ആ രാത്രി അവർ പോലും അറിയാതെ ആകസ്മികമായിട്ട് അത് സംഭവിച്ചു. ജങ്ക്ഡ് ആപ്പ് കിച്ചൺ വിവരിക്കുന്നതിനിടയിൽ ക്യാമറ മുഖത്തോട് ചേർത്ത് വെച്ച് ഓരോരോ വസ്തുക്കൾ കാണിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ സാധാരണ കാണുന്ന ഒരു ജയിൽ സെൽ ജനാലയിലൂടെ ക്യാമറ കടന്നുപോയി. ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവർ ചിന്തിച്ചതേയില്ല. പിന്നീട് ഫൂട്ടേജ് അവലോകനം ചെയ്യാൻ എടുത്തു നോക്കിയതും വിൻഡോയിൽ അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. സൂക്ഷിച്ചു നോക്കുമ്പോൾ അതാ ഗ്ലാസിന്റെ മറുവശത്ത് നിന്ന് ഒരു മനുഷ്യ മുഖത്തിന്റെ നിറമില്ലാത്ത പ്രതിബിംബം അവനെ തുറിച്ചു നോക്കുന്നു. അതൊരു പ്രേതമാണോ? ആണെങ്കിൽ പ്രേതത്തിന്റെ നെറ്റി, മൂക്ക്, ശൂന്യമായ കണ്ണുകൾ എന്നിവയുടെ രൂപരേഖ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ലേ? അതിന്റെ തല വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഏതാണ്ട് ഒരു പുതുമുഖത്തെ നോക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയോ? അവന്റെ വായ ഒരു നേർത്ത ഭാവമില്ലാത്ത വരയായി കാണപ്പെടുന്നുണ്ട്. താൻ പ്രേതങ്ങളുണ്ടോ എന്നതിനുള്ള തെളിവുകൾക്കായിട്ട് തിരയുകയാണെന്ന് ജങ്ക്ഡ് ആപ്പ് കിച്ചൺ പറയുമ്പോഴാണ് അങ്ങനെ ഒരാൾ ആ വിൻഡോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സത്യത്തിൽ പ്രേതം അതിന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു അത്. സോ നെക്സ്റ്റ്, ഗോസ്റ്റ് ഇൻ റെസ്റ്റോറൻറ്റ്. ഒട്ടുമിക്ക ആളുകളും കൂടുതലായിട്ട് പ്രേതങ്ങളെ കണ്ട് എന്ന് പറയുന്നത് വീടുകൾ, ആശുപത്രികൾ അല്ലെങ്കിൽ ജയിലുകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ? നിങ്ങൾ ഈ കാണുന്ന ഫൂട്ടേജും അത്തരത്തിൽ പകൽ സമയത്ത് ഒരു ജനപ്രിയ ഭക്ഷണ ജോയിന്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒരു സബ്വേ റെസ്റ്റോറൻറ്റിൽ പെട്ടെന്നാണ് ഒരു നിഴൽ രൂപത്തിൽ പ്രേതം പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഒരു മനുഷ്യൻ രൂപത്തിലാണ്. ഒറ്റനോട്ടത്തിൽ ആരും ഞെട്ടിപ്പോകുന്ന വിധത്തിൽ ആ കറുത്ത നിഴൽ പെട്ടെന്ന് ഒരു കറുത്ത പൊട്ടായി മാറുന്നത് കണ്ടോ? ഈ സമയത്ത് ഒരു ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറോ ആയിട്ടുള്ള ഒരാൾ ആ രൂപം കണ്ട് സ്തംഭിച്ചു പോകുന്നുണ്ട്. ആ നിഴലാകട്ടെ ജനലിലേക്ക് പൊങ്ങിക്കിടക്കുമ്പോൾ മനുഷ്യനെ ശ്രദ്ധിക്കുന്നതേയില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രേതം കൂടുതൽ ഉയരാൻ തുടങ്ങുകയും അത് എവിടെ നിന്ന് വന്നോ അവിടെ വെച്ച് തന്നെ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് കണ്ടോ? ഇത് കണ്ടിട്ട് ഇപ്പോഴേ പേടിക്കണ്ട കേട്ടോ, കാണാൻ ഇനി ബാക്കിയുണ്ട്. സാധാരണ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന പ്രേതങ്ങളെ പേടിപ്പെടുത്തുന്ന കഥകളല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ? എന്നാൽ ഗോസ്റ്റിന് വേട്ടയാടാൻ രാത്രി വരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ഈ വിഷ്വലിലൂടെ മനസ്സിലാകും. ഈ ബ്രസീലിയൻ സോക്കർ ഫൂട്ടേജിൽ കാണിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു നിഴൽ പ്രേതം എല്ലാവരിലേക്കും പാഞ്ഞു കയറാൻ തുടങ്ങുന്നത് കണ്ടു. പക്ഷെ ആളുകൾ ആരും തന്നെ വഴിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വ്യക്തി വളരെ വ്യക്തമായും പൂർണ്ണ വേഗതയിൽ അവരുടെ നേരെ ഓടുന്നുണ്ടെങ്കിലും ഒരാൾ പോലും അവരുടെ കാലുകൾ അകത്തേക്ക് വലിക്കാൻ ശ്രമിക്കുകയോ മുകളിലേക്ക് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പാതി നിറഞ്ഞ ആ സ്റ്റേഡിയത്തിലൂടെ നേർരേഖയിൽ ഓടുമ്പോൾ ആ പ്രേതത്തെ ആരും കാണുകയോ അനുഭവിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്ത വിധത്തിൽ അവർ എല്ലാം കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കണ്ടോ? അത് എന്തായാലും നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മളെ പോലെ അവരും പേടിച്ചു പോയനെ അല്ലേ? നിങ്ങൾ പേടിക്കില്ല എങ്കിൽ മറ്റൊരു കാര്യം കൂടി കണ്ടു നോക്കൂ. നോ ഗോസ്റ്റ് ഹണ്ടർ എന്ന യൂട്യൂബർ ഒരു പ്രേതശല്യമുള്ള വീട്ടിൽ താമസിക്കുന്ന സമയം സംഭവിച്ച കാര്യമാണിത് കേട്ടോ. പ്രേതമുണ്ടെന്നത് തെളിയിക്കാനായിട്ട് അദ്ദേഹം വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ പകർത്താൻ തീരുമാനിക്കുകയായിരുന്നു. പാതിരാത്രി ോടെ അദ്ദേഹം പല ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി. അത് ഉടൻ തന്നെ ഓടുന്ന കാൽപ്പാടുകളിലേക്കും വലിയ ശബ്ദമൊക്കെ ആയിട്ട് മാറി. ആ ശബ്ദങ്ങൾ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതിന്റെ അടുത്ത ദിവസമാണ് വിചിത്രമായിട്ടുള്ള ഈ സംഭവം നടന്നത്. അദ്ദേഹത്തിന്റെ HD-TV കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ കുലുങ്ങുന്നത് കണ്ടു. സത്യത്തിൽ ആ ടെലിവിഷന് മുന്നിൽ ആരുമില്ല. ഇത് ചെയ്യാൻ സ്ട്രിങ്ങുകൾ ഉപയോഗിച്ചിരിക്കാനും ഒരു വഴിയുമില്ല. പിറ്റേന്ന് നോ ഗോസ്റ്റ് ഹണ്ടർ തന്റെ ഫോണിൽ ഒരു ചെറിയ വീഡിയോ കണ്ടെത്തുന്നു. അത് താൻ ചെയ്തിട്ടില്ലെന്ന് 100% ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നു. അടുക്കളയിലെ തറനിരപ്പിൽ നിന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുപ്പിലെ പ്രതിബിംബം നോക്കുമ്പോൾ ആരും ഫോൺ പിടിക്കുന്നില്ലെന്ന് കാണാം. പിന്നെ ഇത് ചെയ്തത് ആരാണ്? ഫോൺ ആണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വായുവിൽ പൊങ്ങിക്കിടക്കുകയാണ്. TV ആണെങ്കിൽ തനിയെ വീണ്ടും കുടുങ്ങുന്നത് ആ എടുത്ത ഫൂട്ടേജിൽ വീണ്ടും കാണിക്കുന്നുണ്ട്. ടെലിവിഷന് മുകളിലൂടെ കൈ വീശുന്നത് കണ്ടു. അതിൽ വയറുകൾ ഇല്ലെന്ന് മനസ്സിലായില്ലേ? ആ സമയത്ത് ലൈറ്റുകൾ പോലും പലതവണ കട്ട് ഓഫ് ചെയ്യുന്നത് നോക്കൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പേടിപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കണ്ട് ഞെട്ടി. തന്റെ റെഫ്രിജറേറ്ററിന്റെ വാതിൽ അതാ വീണ്ടും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ഈ സീൻ എങ്ങാനും നേരിൽ കാണേണ്ടി വന്നാലുള്ള നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ ഫ്രണ്ട്സ്? ഒരു കൂട്ടം ബ്രിട്ടീഷ് സുഹൃത്തുക്കൾ മുറ്റത്ത് ക്യാച്ച് കളിക്കുന്നത് കണ്ടു. അവരിൽ ഒരാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു.
മുകളിൽ നിന്ന് അവരെ വിളറിയ മുഖമുയർത്തി കൊണ്ട് ഒരാൾ നോക്കി നിൽക്കുന്നു. അവരറിയാതെ അവരെ നോക്കി നിന്ന ആ രൂപം ആരുടേതാണ്? അവർ പ്രോപ്പർട്ടി മാനേജരോട് ഇതേക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് ആ മുറി കുറെ നാളായിട്ട് ആളില്ലാതെ പൂട്ടിയിട്ട് കിടക്കുകയായിരുന്നു അത്രയും. അവര് ആ വാതിൽ തുറന്ന് പരിശോധിച്ചെങ്കിലും അങ്ങനെ ഒരാളുടെ പൊടി പോലും കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല. പിന്നെ അതാരായിരുന്നു അല്ലേ? ഓസ്ട്രേലിയയിലെ സിഡ്നിയില് കാർലീസ് കാസിൻ ഹോട്ടൽ എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള ഒരു പബ്ബുണ്ട്. വർഷങ്ങളായിട്ട് ഈ പ്രദേശം ഓൾഡ് പീറ്റിന്റെ പ്രേതത്താൽ വേട്ടയാടപ്പെടുകയാണ്. കുറച്ചു കാലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മുൻ ജീവനക്കാരനായിരുന്നു അയാൾ. അയാളുടെ പ്രേത സാന്നിധ്യം തെളിയിച്ച 3 കാര്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പീറ്റ് ആദ്യമായിട്ട് ടേബിൾ കുടുങ്ങിയത് 2 റെഡ് വൈൻ കുപ്പികൾ തറയിൽ പതിച്ച ഈ സമയത്താണ്. ഫൂട്ടേജ് നോക്കുമ്പോൾ സമീപത്ത് ആരുമില്ലാതെ ബോധപൂർവമായ ബലപ്രയോഗത്തിലൂടെ കുപ്പികൾ നിലത്തേക്ക് എറിഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ബാറിൽ നിറയെ ആളുകൾ ഉള്ളപ്പോഴായിരുന്നു മറ്റൊരു സംഭവം. തൂങ്ങിക്കിടക്കുന്ന ഒരു റെഡ് വൈൻ ഗ്ലാസ് പെട്ടെന്ന് സ്വയം തെറിച്ച് കൗണ്ടറിലേക്ക് ഇടിച്ചു കയറുന്ന നോക്കിക്കേ. എത്ര വിചിത്രമായിരിക്കുന്നു അല്ലേ? 3ാമത്തെ ടേപ്പ് കണ്ടു. ആരുമില്ലാത്ത ആ ബാറില് സെക്യൂരിറ്റി ക്യാമറയ്ക്ക് മുന്നിൽ രോഷാകുലനായ പ്രേതം പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്നത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. പീറ്റ് തന്റെ കൈ വീശുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അവിടെയുള്ള മറ്റു ബാർ അറ്റൻഡർമാരും ഉപഭോക്താക്കളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓൾഡ് പീറ്റിനെ കണ്ടതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. അവിടെ തറയിൽ വീഴുന്ന കുപ്പികളെല്ലാം തന്നെ ഉയർന്ന നിലവാരമുള്ള റെഡ് വൈനുകളുടേതാണ് കേട്ടോ. ഇതാകട്ടെ ജീവിച്ചിരുന്ന സമയത്ത് ഓൾഡ് പീറ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയവുമായിരുന്നു. അപ്പോൾ ബാറിലെ ഈ റെഡ് വൈൻ ഗോസ്റ്റിന്റെ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്റ്റീവ്, ജെയ്ക്ക് എന്നിവർ ഒരു രാത്രിയിൽ കാടുകളിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, പ്രേതബാധയുണ്ടെന്ന് കിംവദന്തി കേട്ട ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രാദേശിക ചാപ്പൽ കണ്ടുപിടിക്കണം. അങ്ങനെ അവർ അത് കണ്ടെത്തിയപ്പോൾ പുറത്തെ ചുവരിൽ മുഴുവൻ ആരോ കുറെ പ്രാർത്ഥനകളും മുന്നറിയിപ്പുകളും ഒക്കെ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. ഉള്ളിലെ ഭയം അടക്കി പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. തകർന്ന പ്രധാന വാതിൽ പൂട്ടിയിരിക്കുന്നതായിട്ട് അവർ കണ്ടു. ആ പള്ളി തികച്ചും വ്യത്യസ്തമായിരുന്നു. എന്തൊക്കെയോ ചില നിഗൂഢതകൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ചില മരപ്പടികൾ കയറി പിൻവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിൽ ഒരു പിയാനോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പിന്നെയും നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ ഒരു പിയാനോ വായിക്കാൻ തുടങ്ങി. മൃദുലമായ ഒരു പിയാനോ മെലഡി ആയിരുന്നു അത്. സ്റ്റീവൻ ജേക്കും അവരുടെ ഫ്ലാഷ് ലൈറ്റുകൾ അടിച്ച് അതാരാണെന്ന് അറിയാൻ ശ്രമിച്ചു. ആ ചെറിയ വെളിച്ചത്തിൽ ആ കാഴ്ച കണ്ട് അവർ ഞെട്ടിത്തരിച്ചു. മുറിയുടെ അങ്ങേയറ്റത്തെ പിയാനോയിൽ അതാ ഒരു കറുത്ത ഫാൻറ്റം കുനിഞ്ഞിരിക്കുന്നു. അവർ ഉറക്കി നിലവിളിച്ചുകൊണ്ട് ആ വാതിലടച്ചു. ബാക്ക് എക്സിറ്റിലൂടെ ഓടിപ്പോകാൻ നോക്കിയപ്പോൾ ആ സംഗീതം നിലച്ചു. പിന്നീട് പിയാനോയിൽ നിന്ന് പ്രേതം അവരെ പിന്തുടരാൻ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. സത്യത്തിൽ അവിടെ കഴിഞ്ഞ 10 വർഷമായി ഈ പ്രേതശല്യം അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും ഇത്തരം സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ സമ്മതിക്കണമല്ലേ? 2 പെൺകുട്ടികൾ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ അവരിൽ ഒരാൾ വാതിക്കൽ ആകസ്മികമായിട്ട് എന്തോ കാണുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മറ്റൊരു കാലഘട്ടത്തിലെ പഴയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടിയുടെ രൂപമാണെന്ന് വ്യക്തമായിട്ട് കാണാം. ആ 2 കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ അവരെ കൗതുകത്തോടെ നോക്കുന്ന അവൾ വായുവിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. പെൺകുട്ടികളിൽ ഒരാൾ ഇപ്പോഴും ആ പ്രേതത്തെ കാണുന്നില്ല. പിന്നീട് ആ പ്രേതം തൽക്ഷണം ടെലിപോർട്ട് ചെയ്യുന്നതും നോക്കും. ആ പടികൾക്ക് മുകളിൽ നിന്ന് അവരെ തുറിച്ചു നോക്കുന്ന അവളെ കണ്ട് നിങ്ങൾ പേടിച്ച് നിലവിളിക്കല്ലേ? തീർന്നില്ല, ഇനിയുമുണ്ട് പറയാൻ. കാരണം ഭയന്ന പെൺകുട്ടികൾ നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ മുകളിലത്തെ നിലയിലെ ഇടത് ജനലിലൂടെ ആ പ്രേത പെൺകുട്ടി നടക്കുന്നത് അവർ കണ്ടു. പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും 1 സെക്കൻഡിനുള്ളിൽ തന്നെ താഴത്തെ നിലയിൽ പെട്ടെന്ന് അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. 2008 ഒരു മനുഷ്യൻ തന്റെ വീടിന് ചുറ്റുമുള്ള ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അവന് പലപ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്റെ നായ്ക്കള് കട്ടിലിനടിയിലേക്ക് പോകുന്നത് കാണാം. അവന്റെ നായകളിൽ ഒന്ന് കട്ടിലിനടിയിൽ നിന്ന് ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ പുറത്തു വരൂ. ഈ വലിയ നായ്ക്കളെ എന്തോ വല്ലാതെ ഭയപ്പെടുന്നതായിട്ട് അവന് തോന്നി കേട്ടോ. പെട്ടെന്ന് വീടിന്റെ എല്ലായിടത്തു നിന്നും മുട്ടുന്ന ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഒടുവിൽ ആ ശബ്ദം തട്ടിന് പുറത്ത് നിന്നാണ് കേൾക്കുന്നതെന്ന് അവൻ കണ്ടെത്തി. അതോടെ അദ്ദേഹം ക്യാമറയുമായിട്ട് മുകളിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകൾ എന്തോ ഒരു സ്ട്രേഞ്ച് ഫീൽ അനുഭവപ്പെട്ടു. എല്ലാം ചിതറിക്കിടക്കുന്നത് കണ്ടോ?
തിരികെ താഴേക്ക് പോകുമ്പോൾ മറ്റൊരു വലിയ ശബ്ദം കേട്ട് അയാൾ പേടിച്ച് ഓടി. ക്യാമറ താഴെ വെച്ച് റെക്കോർഡ് ചെയ്തപ്പോൾ ലഭിച്ച വിഷ്വൽസ് കണ്ടോ? ആ ക്യാമറ എടുക്കാൻ അദ്ദേഹം മുകളിലേക്ക് പോയത് ഒരാഴ്ച കഴിഞ്ഞാണ്. തന്റെ വീട്ടിൽ ചെയ്യുന്നതെല്ലാം പിന്നീട് അദ്ദേഹം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ അദ്ദേഹത്തിന് കൂടുതൽ അസാധാരണമായ തെളിവുകൾ ലഭിച്ചു. നിങ്ങൾ ആ വാതിൽ കണ്ടോ? ആ പേപ്പർ ടവൽ റോൾ മേശയിൽ നിന്ന് സോഫയിലേക്ക് പറക്കുന്നത് നോക്കി ആ റേഡിയോയും വീണ്ടും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഈ ഫൂട്ടേജ് മിഡിൽ ഈസ്റ്റിലെ എവിടെയോ ഉള്ളതാണ് കേട്ടോ. ഒരു കൂട്ടം കൗമാരക്കാർ കൗതുകത്തോടെ ഒരു പഴയ സ്കൂൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അവർ പടികൾ കയറി വാതിലിന്റെ മറുവശത്ത് എത്തിയപ്പോൾ ഒരു നായ കരയുന്നത് കേട്ട് ഒന്ന് നിന്നു. അവരെല്ലാം പടികൾ ഇറങ്ങി ഓടി താഴെ ഒത്തുകൂടുന്നു. അവർ ഒരു വാതിൽ തുറന്ന ചുവരില് ഗ്രാഫിറ്റി കണ്ടെത്തുന്നുമുണ്ട്. അവർക്ക് മുമ്പ് വേറെ ചിലർ അവിടെ വന്നിരിക്കണം കേട്ടോ. കെട്ടിടത്തിന്റെ ആ ഭാഗത്ത് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ഒരു നിമിഷം മുമ്പ് ഫുൾ ചാർജ് ചെയ്തിട്ടും അവരുടെ ഫോൺ പെട്ടെന്ന് സ്വയം ഓഫായി പോയി. അവർ പിന്നീട് ഒരു ക്ലാസ് മുറിയിൽ പ്രവേശിക്കുകയും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുകയും ചെയ്തു. പെട്ടെന്ന് വായുവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആ രൂപം കണ്ടു. അത് അവരുടെ അടുത്തേക്ക് നടക്കുമ്പോൾ പ്രേതത്തിന് അതിന്റെ തല നഷ്ടപ്പെട്ടു പോകുന്നുമുണ്ട്. പക്ഷേ ഒരു തുള്ളി രക്തം പോലുമില്ല. പ്രേതം അവരുടെ അടുത്തേക്ക് നടക്കുമ്പോൾ തന്നെ ഉച്ചത്തിലുള്ള മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാം. അടുത്തുള്ള പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കാം അത്. അതിശയകരമെന്ന് പറയട്ടെ, പെട്ടെന്ന് ആ പ്രേതം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എങ്കിലും ആ കാഴ്ചയുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്തായിരിക്കാം? അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ശരിക്കും നിങ്ങൾ പേടിച്ചു പോയോ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അനുഭവം, പ്രേതാനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും SSMന്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ, ടാറ്റ.